സ്പൈസസ് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കേക്കിന്റെ റെസിപ്പിയാണ്. ഈ കേക്കിന്റെ പേര് ഡെവിൽസ് ഫുഡ് എന്നാണ്. ഇത് എക്സ്ട്രീംലി ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സിന് എന്തായാലും ഈ കേക്ക് ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്കും ചോക്ലേറ്റിയാണ്. ഇതിന്റെ സ്പഞ്ച് ചോക്ലേറ്റിയാണ്, അതിന്റെ ഫ്രോസ്റ്റിങ്ങും എല്ലാം ചോക്ലേറ്റ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അധികം ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ കേക്കാണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പൊ ഞാൻ ഈ കേക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് തയ്യാറാക്കിയതാണ്. എന്റെ അച്ഛനും അമ്മയ്ക്കും ചോക്ലേറ്റ് ഫ്ലേവറിലെ കേക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അതിനുവേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിന് ആവശ്യമായിട്ട് ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറു ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 1.5 കപ്പ് മാവ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പം നമ്മൾ ഈ തയ്യാറാക്കുന്ന കേക്ക് നല്ല ചോക്ലേറ്റി ഫ്ലേവറാണ്. അതുകൊണ്ട് ഞാനിവിടെ 3/4 കപ്പ് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കൊക്കോ പൗഡറിൻ്റെ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക. എൻ്റെ കയ്യിലിരിക്കുന്നത് കാഡ്ബറിയുടെ കൊക്കോ പൗഡറാണ്. അപ്പോൾ ഞാനത് 3/4 കപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള കൊക്കോ പൗഡർ ആണെങ്കിൽ അതനുസരിച്ച് അളവിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് വരും. ഇനി നമുക്ക് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ബൗൾ എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1.25 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 1.25 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഇത് 1/4 കപ്പ് ഉണ്ട്. ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് അലിയണം. എണ്ണയും ഈ പഞ്ചസാരയും നന്നായിട്ട് അലിഞ്ഞ് കമ്പൈൻ ആവണം. നമ്മൾ തയ്യാറാക്കുന്നത് എഗ്ലെസ് കേക്കാണ്. അപ്പോൾ അതനുസരിച്ച് ഇതിന്റെ പ്രോസസ്സിൽ മാറ്റം വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന പഞ്ചസാര കുറച്ച് ഫൈൻ ആയിട്ടുള്ള ഗ്രാനുൾസിന്റെ ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. നിങ്ങളുടെ വലിയ ഗ്രാനുൾസ് ആയിട്ടുള്ളതാണുള്ളെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് യൂസ് ചെയ്താലും മതി. ഇവിടെ പഞ്ചസാരയും ഓയിലും കൂടി നന്നായിട്ട് വിസ്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈരാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കിയ തൈര് ആഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചതായാലും കുഴപ്പമൊന്നുമില്ല. ഇത് തൈരാണ്. ഞാൻ നേരത്തെ ചെയ്ത ബട്ടർ മിൽക്ക് അല്ല, തൈരാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ബട്ടർ മിൽക്ക് പിന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. പുളി ഇല്ലാത്ത തൈര് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് പുളിയുള്ളത് യൂസ് ചെയ്യരുത്. ഇതും കൂടി നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. അപ്പോൾ തൈരും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പം ഞാനിവിടെ വാനില എസൻസ് ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പം തന്നെ നല്ല മണമുണ്ട് ഇതിൽ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യമേ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ലംപ്സ് വരും. അപ്പം നന്നായിട്ട് കുറച്ച് ആഡ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഞാനിവിടെ പാതി ഡ്രൈ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
കുറച്ച് ഡ്രൈ മിക്സ്, കുറച്ച് ബട്ടർ മിൽക്ക്, അങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാം, പിന്നെയും ബട്ടർ മിൽക്ക് ഒഴിക്കാം. അങ്ങനെ കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. അപ്പോൾ ബട്ടർ മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ പിരിഞ്ഞ പോലെ തോന്നും. അത് അങ്ങനെ തന്നെയാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ശരിയാവും. ഞാനിവിടെ ഇത് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബട്ടർ മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കിത് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഐസിങ് ഷുഗർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് പേര് ഐസിങ് ഷുഗർ നമ്മൾ എന്തെങ്കിലും ഡിഷിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് വെളിയിൽ നിന്ന് വാങ്ങാനുള്ളതാണ്, അതില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഐസിങ് ഷുഗർ വീട്ടിലുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1 സ്പൂൺ കോൺഫ്ലോർ ആണ്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 സ്പൂൺ കോൺഫ്ലോർ എന്നതാണ് അളവ്. അതിൽ കൂടുതൽ ആഡ് ചെയ്യരുത്. 1 കപ്പിന് 1 സ്പൂൺ മതിയാകും. നിങ്ങൾ അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് കോൺഫ്ലോർ ആഡ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ പഞ്ചസാരയും കോൺഫ്ലോറും പൊടിച്ചെടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിരിക്കുകയാണ്. കുറച്ച് നേരം എടുക്കുക. നല്ല ഫൈനായിട്ട് പൊടിക്കണം, എന്നാലേ ഇത് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ആദ്യം ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇളക്കുക. എന്നിട്ട് പിന്നെ അങ്ങനെ ഒരു 4-5 പ്രാവശ്യം അടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ഫൈനായിട്ട് പൊടിയായി കിട്ടും. ഇനി നമുക്കിതൊരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള ഐസിങ് ഷുഗർ റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് കാൻഡീസ്, കൺഫെക്ഷനറീസ് എല്ലാം നമുക്ക് ഈ ഐസിങ് ഷുഗർ വെച്ച് തയ്യാറാക്കാവുന്നതാണ്. കേക്കിൻ്റെ ഐസിങ്ങും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, കണ്ടില്ലേ. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ഈ കേക്കിന് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് ഫഡ്ജ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ ഡെവിൾസ് ഫുഡ് എന്ന് പറഞ്ഞ കേക്ക് എക്സ്ട്രീംലി ചോക്ലേറ്റ് ഫ്ലേവർ ആണ്. അപ്പോൾ നല്ല ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഒരു ഫ്രോസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ കേക്കിൻ്റെ പോലെ അല്ല, ഫഡ്ജ് ആയിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ബോയിലറിൽ വെച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 150 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീറ്റർ യൂസ് ചെയ്തിട്ട് ഇത് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ട് ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഐസിങ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഐസിങ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചോക്ലേറ്റ് ഫഡ്ജ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എക്സ്ട്രീംലി ചോക്ലേറ്റ് ആയിട്ട് ഇരിക്കണം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ കാഡ്ബറിയുടെ കൊക്കോ പൗഡർ തന്നെയാണ്. കേക്കിനും ഇത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒരു സ്പൂൺ കൊണ്ട് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തപ്പോൾ തന്നെ ബട്ടറിൻ്റെ ഒരു നനവ് കാരണം തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം.
ആദ്യമേ ബീറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പറക്കും മൊത്തം വെളിയിലോട്ട്. അപ്പോൾ അതുകൊണ്ട് സ്പൂൺ വെച്ച് ചെയ്തതിന് ശേഷം ബീറ്റർ യൂസ് ചെയ്യുക. അപ്പം ഞാനിത് ബീറ്റർ വെച്ചൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി നല്ല കട്ടയായിട്ടുള്ള ക്രീം കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതായാലും മതിയാകും. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജ് ഫ്രോസ്റ്റിംഗ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ക്രീമി കൺസിസ്റ്റൻസിയാണ്. നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം ചെയ്യും പോലത്തെ ഫ്രോസ്റ്റിംഗ് അല്ല ഇതിൻ്റെത്. അതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ചോക്ലേറ്റ് ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. കാരണം അത്ര എക്സ്ട്രീംലി ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഈ ഫഡ്ജിനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 10 മിനിറ്റെങ്കിലും ഇത് ചില്ല് ചെയ്യാൻ വെക്കണം. എന്നാലും ഇത് നന്നായിട്ട് ഫേം ആവുള്ളൂ. നമ്മൾ തേക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ആവുള്ളൂ. ഇപ്പോഴേ ഇത് ഫേം തന്നെയാണ്, പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചുകൂടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഒരു 10 മിനിറ്റ്സ് എങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്കിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് എഗ്ലെസ് കേക്കാണല്ലോ. അപ്പോൾ ഇത് കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്യാൻ ഒരു 40 മിനിറ്റ്സ് എടുത്തു. കേക്ക് ഇച്ചിരി വലിയ കേക്കാണ്. നിങ്ങൾ ചെറിയ കേക്കാണെങ്കിൽ അതനുസരിച്ച് ടൈമിന് വ്യത്യാസം വരും. അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് ടൈം കൂടുതലെടുക്കും. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരിടത്തും ഇങ്ങനെ പൊങ്ങിയിട്ടോ ഒന്നുമില്ല. കറക്റ്റായിട്ട് എല്ലാം ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇനി ഇത് ചൂട് മാറിയതിന് ശേഷം നന്നായിട്ട് ഡീമോൾഡ് ചെയ്തിട്ട് നമുക്ക് ലേസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് സത്യം പറയാലോ ഭയങ്കര സോഫ്റ്റ് ആണ്. എഗ്ലെസ് ആണെങ്കിൽ കൂടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതുപോലത്തെ 3 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിലൊരു ലെയറാണിത്. അപ്പോൾ നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് ഫഡ്ജ്. കണ്ടില്ലേ, നല്ല ഫേമായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമുക്കിതിങ്ങനെ തേക്കാനുള്ള ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് സാധാരണ ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കേക്ക് ഓൾറെഡി നല്ല സോഫ്റ്റ് ആണ്. ഡയറക്റ്റ് നമ്മളുടെ ക്രീം ഫഡ്ജ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിച്ചിരി തിക്കായിട്ടുള്ള ഫഡ്ജ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ക്ഷമയോടുകൂടി ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എല്ലായിടത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ലെയറിൽ നന്നായിട്ട് ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. പിന്നെ ഈ കേക്കിൽ ഒരുപാട് ഇങ്ങനെ ഹൈറ്റിനായിട്ട് ക്രീം അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് സെക്കൻഡ് ലെയർ വെക്കാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഫ്രോസ്റ്റിങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ലെയർ നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ ഡെവിൾസ് ഫുഡ് കേക്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും അറിയാൻ പറ്റും ഇന്റർനെറ്റിൽ. ഇതിൽ ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഈ ഗണേഷ് അല്ല, ഈ ഫഡ്ജ് ഇതിന്റെ മുകളിൽ ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ടെക്സ്ചേർഡ് ആയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫുള്ള് പെർഫെക്ഷനിൽ നല്ല ക്ലിയർ കട്ടായിട്ടൊന്നും അല്ല ഇതിങ്ങനെ ചെയ്യുന്നത്. അത്ര ഫിനിഷിംഗ് ഇല്ലാതെയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ട്രഡീഷണലി എപ്പോഴും ചെയ്യുന്ന ഒരു രീതി. നമുക്ക് അതുപോലെ തന്നെ ഈ ഫഡ്ജ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം.
അപ്പോൾ നമ്മുടെ കേക്കിൽ ഫുള്ളായിട്ട് ചോക്ലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് സൈഡ്സൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഇത് ഉണ്ടാക്കി തീർന്നപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, എല്ലായിടത്തും അപ്ലൈ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഇങ്ങനെ ടെക്സ്ചർ പോലെ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സൈഡ്സിൽ അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്പൂൺ വെച്ച്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ചില്ല് ചെയ്യാം ഒരു 2 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് ബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇത് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ ഡെവിൾസ് ഫുഡ് കേക്ക് ഇതാ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അടിപൊളി കേക്കാണ്. കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്തതാണ്. അത് ഓപ്ഷണലാണ്, ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്ക് കട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു ഗൈസ്. നല്ല സോഫ്റ്റ് കേക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അടിപൊളിയായിട്ട് നല്ല ലേയേഴ്സൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഫുള്ള് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ എസ്പെഷ്യലി ചോക്ലേറ്റ് ലവേഴ്സിന് ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒരു കേക്കും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കിയായിരുന്നു. ഇതുപോലെ 2 കേക്കാണ് ഉണ്ടാക്കിയത് ആനിവേഴ്സറിക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ